ുന്നുണ്ട് ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം എടുത്തിടുന്നത്? അതായത് ഇപ്പോൾ അന്വേഷണം നടക്കുമ്പോൾ കടകംപള്ളിയിലേക്ക് പോലും അന്വേഷണം ചെന്നെത്തുന്നു, അവിടെ ചോദ്യം ചെയ്യൽ ഉണ്ടാകുന്നു. ഇതൊക്കെ നടക്കുന്ന സമയത്ത് കോൺഗ്രസിലേക്ക് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യിച്ചു കൊണ്ടുപോകുന്നത്? ഇത് മുഖ്യമന്ത്രി പറഞ്ഞ അതേ കാര്യം തന്നെയാണല്ലോ. ഇപ്പോൾ സോണിയാഗാന്ധിക്ക് ഈ ഇടപാടുമായിട്ട് ബന്ധമുണ്ട്, അത് ഈ പുരാവസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നൊക്കെ കൊണ്ടുവരുമ്പോൾ യഥാർത്ഥ അന്വേഷണം തന്നെ മറ്റൊരു ദിശയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമല്ലോ. എന്തിന് BJP ഇതിനു വേണ്ടി ശ്രമിക്കുന്നു? ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട്, BJP ഇതിനു വേണ്ടി ശ്രമിക്കുന്നു. എന്തിനു വേണ്ടി ശ്രമിക്കുന്നു? ഇത് BJP ശ്രമിച്ചതാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇതിൽ ഒന്നാമത്തെ കള്ളനാരാണ്? ഒന്നാമത്തെ കള്ളൻ പോറ്റിയാണല്ലോ. ഈ പോറ്റിയെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണല്ലോ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയിലുള്ള വാസു ആയിക്കോട്ടെ, പത്മകുമാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിജയകുമാർ ആയിക്കോട്ടെ, മുരാരി ആയിക്കോട്ടെ, ഇനി വേണ്ടുന്ന എല്ലാവരും ആരുടെ സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്, ആർക്കാ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്? പോറ്റിക്കാണ്. ഈ പോറ്റിയെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അന്ന് UPA അധ്യക്ഷ എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമായിരുന്നു. സെറ്റ് കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന UPA അധ്യക്ഷയെ കാണാൻ പോയിട്ടുണ്ട്. കാണാൻ പോയതാരാണ്? ശബരിമല ഇരിക്കുന്ന ആ സ്ഥലത്തെ MP ആയിട്ടുള്ള ആന്റോ ആന്റണിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. കൂടെ പോയിട്ടുള്ളത് ആരാണ്? അന്നത്തെ കോന്നി MLA ആയിരുന്ന, മന്ത്രി ആയിരുന്ന അടൂർ പ്രകാശാണ്. അപ്പൊ അത് ശബരിമലയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാ ശബരിമലയുമായി ബന്ധപ്പെട്ടാണെന്നുള്ള സംശയം വരുന്നത്? അവിടെ കൂടെ പോകുന്നത് പ്രയാഗ് ഗോപാലകൃഷ്ണനാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ദേവസ്വം സോണിയാഗാന്ധിയുടെ കാര്യമാണെങ്കിൽ സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, മഞ്ജുഷിന് അറിവുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പോറ്റി എന്ന് പറയപ്പെടുന്ന വ്യക്തി, ആ വൃത്തികെട്ടവൻ, ആ ശബരിമലയിലെ ശ്രീകോവിലിനകത്ത് കയറി പൂജിക്കുന്നവനല്ല. അയാൾ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു നടന്നിരുന്ന ഒരാളാണ്. ഇവരെ പറ്റിച്ചു കാണുന്നേ. ഇവരെയൊക്കെ പറ്റിച്ചു കാണുന്നേ, ഈ കോൺഗ്രസ്സുകാരെയൊക്കെ പറ്റിച്ചു കാണും. മഞ്ജുഷ, ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ ഈ കള്ള തിരുമാലികളെ തോളത്ത് വെച്ച് കൊണ്ടു നടന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ മാത്രമല്ല, കോൺഗ്രസ്സുകാർക്കും കൃത്യമായി പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, പ്രയാർ ഗോപാലകൃഷ്ണൻ കൈപ്പിടിച്ച്, ആന്റോ ആന്റണി മറ്റൊരു കൈ പിടിച്ച് അടൂർ പ്രകാശ് കൂടെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ അത്ര പ്രാധാന്യമുള്ള ഒരുത്തനായിരുന്നു പോറ്റി എന്നുണ്ടെങ്കിൽ ഇവരാണല്ലോ പോറ്റി ആദ്യം കയറ്റിയത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ കൂട്ടായ്മ കൂട്ടൊന്നും വേണ്ട. ഞാൻ ചോദിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള സർക്കാരിനെ നയിക്കുന്ന പിണറായി വിജയനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് CBI അന്വേഷണം വേണ്ട എന്ന് പിണറായി വിജയൻ പറയാനുള്ള കാരണം എന്താ? അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണോ? ചോദ്യം ചെയ്തോട്ടെ. മിണ്ടുമ്പോഴേക്കും നരേന്ദ്രമോദി മറുപടി പറയണം എന്ന് പറയപ്പെടുന്ന ആ വർഗം ഇവരുടെ പാർട്ടി. ശരിയാണ്. ഈ കോൺഗ്രസ് നേതാക്കൾക്കും പോറ്റിയുമായിട്ട് ബന്ധമുണ്ട്, ശരി. പക്ഷേ ഈ 2019 ഈ സ്വർണം കാണാതായ സമയത്തുണ്ടല്ലോ, ഈ സ്വർണം കാണാതായ സമയത്ത് ദേവസ്വം വകുപ്പ് ഭരിച്ചിരുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. അന്ന് ദേവസ്വം ഭരണസമിതി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഭരണസമിതിയാണ്. ഇപ്പോൾ 3 പേർ ജയിലിൽ കിടക്കുന്ന 3 പേർ CPM-ന്റെ നേതാക്കളുമാണ്. 2 പേർ പ്രധാന നേതാക്കളുമാണ്, N വാസുവും A പത്മകുമാറും. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അന്വേഷണം ആ രീതിയിൽ പോയി കഴിഞ്ഞു. അവിടെ കോൺഗ്രസ്സുകാർക്ക് ഈ സ്വർണ്ണക്കൊള്ളയിലും ഈ പുരാവസ്തു കച്ചവടത്തിലും ഒക്കെ ബന്ധമെന്ന് നിങ്ങൾ പറയുമ്പോൾ അത് CPM പറയുന്ന പോലെ CPM-ന് ഒരു പ്രതിരോധം ഉണ്ടാക്കണമല്ലോ. അതിന് CPM പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ ആയി പോകുന്നു ശ്രീ ഉല്ലാസ് ബാബു. അതാണ് പ്രശ്നം. ഇല്ല, മഞ്ജുഷ, തെറ്റാണത്. 30 വർഷക്കാലത്തെ ശബരിമലയിലെ ഇടപാടുകൾ 30 വർഷക്കാലത്തെ CBI-യെ കൊണ്ട് അന്വേഷിക്കണമെന്നുള്ള BJP-യുടെ ആവശ്യം ഇന്നലെയും തുടങ്ങിയതാണോ? മഞ്ജുഷ, ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയത് എത്ര കാലമായി? എന്തുകൊണ്ടാണ് ഞങ്ങൾ പറയാൻ സാധ്യത? പറയാൻ കാരണം ഉണ്ടായത്, ഈ കോൺഗ്രസിന്റെ തന്നെ ദേവസ്വം മന്ത്രിയായിരുന്ന വ്യക്തിയുടെ അനിയൻ, ശിവകുമാറിന്റെ അനിയൻ ഇരിക്കുന്ന സമയത്ത് 1,84,00,000 രൂപയുടെ പാത്രങ്ങളുടെ കള്ളക്കണക്കുണ്ടാക്കി കാറ്റുപൊട്ടിച്ച ചരിത്രം എന്താ മഞ്ജുഷിന് അറിയാത്തതാ? എന്താ പറയുമ്പോൾ മിണ്ടാത്തെ? പിന്നെ അടൂർ പ്രകാശ് അടക്കമുള്ള, ആന്റോ ആന്റണി അടക്കമുള്ള വ്യക്തികൾ പ്രയാർ ഗോപാലകൃഷ്ണനും കൂടി ഈ വ്യക്തിയും കൊണ്ട് അവരെ കണ്ടു എന്ന് പറയുമ്പോൾ അതിന് മറുപടി പറയാൻ അവർക്ക് എന്താ വിരോധം? ബാക്കി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവർ മറുപടി പറയണം, ഇവര് മറുപടി പറയണം എന്ന് പറയപ്പെടുന്ന വ്യക്തികൾ എന്തെങ്കിലും മറുപടി പറഞ്ഞോട്ടെ. അടൂർ പ്രകാശ് പോയത് ഇന്നതാണ്, അടൂർ പ്രകാശ് മറുപടി പറയാലോ. ആന്റോ ആന്റണി ഞങ്ങൾ ഇന്നതാണ് കൊണ്ടുപോയത്, അവർക്ക് മറുപടി പറയാമല്ലോ. KPCCക്ക് മറുപടി പറയാമല്ലോ. ഞങ്ങൾ ചോദിക്കുന്നത്, പിണറായി വിജയൻ CBI അന്വേഷണം വേണ്ട എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? അടൂർ പ്രകാശോ, ആന്റോ ആന്റണിയോ, സോണിയാഗാന്ധിയോ, AICC-യോ, KPCC-യോ, UDF ചെയർമാനോ, വാസുവോ, അതേപോലെ വിജയകുമാറോ, ശങ്കർദാസോ, ഇനി കിടക്കുന്ന പത്മകുമാറോ, എല്ലാവരെയും കുറിച്ച് അന്വേഷിച്ചോട്ടെ. ആ അന്വേഷിക്കാൻ CBI അന്വേഷണം വേണം. 30 കൊല്ലക്കാലത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം.
ആ ചോദിക്കുന്ന സമയത്ത് എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇത് വേണ്ട 30 കൊല്ലത്ത് പറയുന്നത്? പോയപ്പോൾ അത് തന്നെയാണ് CPM ഉന്നയിക്കുന്നത്. അതായത് 30 കൊല്ലത്തെ അല്ല, അതിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭരണവും വരുമല്ലോ. ശരിയാണ്. CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞത് BJP അല്ലേ? അതെ അതെ, പക്ഷെ 30 കൊല്ലത്തെ കാര്യം CPM പറയുന്നുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, ഇതാണ് CBI അന്വേഷണമാണ്. പക്ഷെ CBI അന്വേഷണം വന്നിട്ടും ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ തുടങ്ങിയ പല കാര്യങ്ങളുമുണ്ട് കേരളത്തിൽ. പക്ഷെ അവിടെയൊന്നും ഒരു പ്രതിയിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് കേട്ടോ. അവിടെ നിങ്ങൾ അന്തർധാര എന്നുള്ള ആ ഒരു ആരോപണം നേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിങ്ങൾ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്തായാലും ശബരിമലയിൽ കൊള്ള നടന്നിട്ടില്ല എന്ന് പറയാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇല്ല, അത് നടന്നിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള ഉറപ്പാണല്ലോ. പിന്നെ ഓച്ചിയെ ആദ്യം അവിടേക്ക് കയറ്റി തരാൻ ഈ വൃത്തി കെട്ടവനെ അവിടെ കിടന്നിട്ട് ഈ കംപ്ലീറ്റ് സ്ഥലങ്ങളിൽ ഈ നിരങ്ങാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത കോൺഗ്രസ്സുകാരല്ലേ? അതിന്റെ ഉത്തമ തെളിവല്ലേ പ്രകാർ ഗോപാലായിട്ടുള്ള സമയത്ത് ഇവൻ അവിടെ കയറിയിരുന്നു എന്ന് പറയപ്പെടുന്നത്? ഇവന്റെ വേഷം കെട്ട് ചെറുതൊന്നല്ലോ. ശരി, രാഹുൽ പ്രയാറാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മികച്ച പ്രസിഡന്റുമാരിൽ ഒരാളാണെന്ന് താങ്കൾ